ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഈസ്റ്റർ സ്പെഷ്യൽ ബീഫ് കുരുമുളകിട്ട് വരട്ടിയതാണ്. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യണേ. ഇവിടെ ഞാൻ 1 കിലോ ബീഫ് കുക്കറിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് ഒന്ന് വേവിക്കാൻ വെക്കുവാണ്. ബീഫിൻ്റെ വേവ് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഒരു 4-5 വിസിൽ അടുപ്പിക്കാം. അത് കഴിഞ്ഞൊന്ന് പതുക്കെ തുറന്ന് നോക്കിയിട്ട് എങ്ങനെയാണെന്നനുസരിച്ച് 1-2 വിസിലും കൂടി കൂടുതൽ അടുപ്പിക്കാം. നമുക്ക് ആ സമയത്ത് മസാല റെഡിയാക്കി വയ്ക്കാം. അതിനായിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും ഒരു വലിയ ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില, നമുക്ക് അതിലേക്ക് ഒരു 2 വലിയ ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത് ചെറുതായിട്ട് അരിഞ്ഞതാട്ടോ, അതും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 3 പച്ചമുളക് നടുവേ കീറിയതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അതൊന്നായി കഴിയുമ്പോഴേക്കും ഒരു 2 സവാള ഞാൻ അരിഞ്ഞതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുവാണ്. സവാള പെട്ടെന്നൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇപ്പോൾ സവാള നല്ലോണം വഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ മസാലകളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. ഒരു 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. ഇനി നമുക്കിതിലേക്ക് 3 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അതാണ് മെയിൻ ഐറ്റം. ഇപ്പോൾ നമ്മളിവിടെ കുക്കറൊന്ന് തുറന്ന് നോക്കാം. 5 വിസിൽ ഞാൻ അടുപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ആ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, ഒരുപാട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് ഫുൾ വെള്ളം വറ്റണം. 2 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലിടാം. നല്ലോണം തിള വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കണം. നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഈ വെള്ളം മൊത്തം ഒന്ന് വറ്റിച്ചെടുക്കണം. നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല അടിപൊളി കുരുമുളക് ഇട്ട് വരട്ടിയ ബീഫ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.
അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക.